കാൽവിൻ പെർഫ്യൂംസിന്റെ 19ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കുറച്ച് നീഷ് പെർഫ്യൂംസിനെ പറ്റിയാണ്. നീഷ് പെർഫ്യൂംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലക്ഷറി കാറ്റഗറിയിൽ വരുന്ന പെർഫ്യൂംസ് ആണ്. പക്ഷെ അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ നീഷ് പെർഫ്യൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു യുണീക്ക് ഫ്രാഗ്രൻസ് ആയിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതല്ലേ, ഞാൻ അടിക്കുന്ന പെർഫ്യൂം വേറെ ആൾക്ക് ഉണ്ടാവരുതെന്നുള്ള, മീൻസ് ആ സ്മെല്ല് എനിക്ക് മാത്രം ഒരു യുണീക്ക്നെസ് വേണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു യുണീക്ക് ഫ്രാഗ്രൻസ് ആയിരിക്കും ഈ എന്താ പറയുക നീഷ് പെർഫ്യൂംസിന് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരത് എന്താ പറയുക, വർഷങ്ങളോളം റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് ആ പർട്ടിക്കുലർ സ്മെല്ല് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് ബ്ലാക്ക് അഫ്ഗാനോ എന്ന് പറഞ്ഞ പെർഫ്യൂം, നാസ്മോട്ടോഡ ബ്ലാക്ക് അഫ്ഗാനോ എന്നുള്ള പെർഫ്യൂം, അത് ഞാൻ വായിച്ചത് 15 കൊല്ലം റിസർച്ച് നടത്തിയിട്ട് കണ്ടുപിടിച്ച ഒരു ഫ്രാഗ്രൻസ് ആണെന്നാണ് ആ ബ്ലാക്ക് അഫ്ഗാനോ എന്ന് പറയുന്നത്. അതുപോലത്തെ വളരെ എന്താ പറയുക, വളരെയധികം റിസർച്ച് നടത്തിയിട്ടാണ് ഇങ്ങനത്തെ പെർഫ്യൂംസ് അവർ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് യുണീക്ക് പെർഫ്യൂംസ് എന്ന് പറയുന്നത്. അതിനൊരു കമ്പാരിസൺ വേറെ പെർഫ്യൂമായിട്ട് ഉണ്ടാവില്ല. അതുപോലത്തെ ഫ്രാഗ്രൻസ് ആയിരിക്കും ഈ പറയുന്ന നീഷ് പെർഫ്യൂംസ് പറയുന്നത്. പിന്നെ അതിൻ്റെ അവൈലബിലിറ്റി, ജനറലി അവൈലബിലിറ്റി ഒരു ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ആയിരിക്കും. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയിരിക്കും അവർ ഈ പെർഫ്യൂംസ് ഇറക്കുന്നത്. അത് നമുക്ക് അങ്ങനെ എല്ലാ സ്റ്റോറിൽ പോയാലൊന്നും കിട്ടില്ല. അവരുടേതായ ഒരു സ്പെഷ്യൽ ഔട്ട്ലെറ്റ്സുകൾ കാണും, മേ ബി സം ഓൺലൈൻ സൈറ്റുകൾ കാണും, ചില ബൊട്ടിക്സ് കാണും. അങ്ങനെയുള്ള സ്ഥലത്തുകൂടി മാത്രമേ നമുക്ക് ഈ പെർഫ്യൂംസ് കിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. പിന്നെ ഇതിൻ്റെ വില, ഓഫ് കോഴ്സ് ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വരുന്ന പെർഫ്യൂംസിന്റെ വില എന്തായാലും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള പെർഫ്യൂംസ് ആയിരിക്കില്ല അത്. അങ്ങനത്തെ ഒരു യുണീക്ക് ഫ്രാഗ്രൻസ് ആഗ്രഹമുള്ളവർക്ക് പരിചയപ്പെടുത്തുവാണ് ഞാനൊരു കുറച്ച് കമ്പനികളാണ്. അതിൽ ഒരു 4-4 ഞാൻ പറയാം. ഒന്ന് മെയ്സൺ ഫ്രാൻസിസ് കുക്ജിയോൺ എന്ന് പറയുന്ന ഒരു കമ്പനി. അവരുടെ ഒരു പെർഫ്യൂം ഇവിടെ നമുക്ക് നോർമലി എന്താ പറയണ ഇൻസ്പയർഡ് വേർഷൻ ആളുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ബെക്കറ റോഷ് 540 എന്ന് പറയുന്ന പെർഫ്യൂം. അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു 100 ml പെർഫ്യൂമിന് ഒരു 1 ലക്ഷം രൂപ അടുത്ത് വില വരും, ഒരു 100 ml പെർഫ്യൂമിന്. അത് വളരെ സിമ്പിളായിട്ട് സ്റ്റോറുകളിൽ ചെറിയ വിലയ്ക്ക് ആളുകൾ വാങ്ങിക്കുന്നുണ്ട് ഇൻസ്പയർഡ് വേർഷൻസ്. ആക്ച്വലി അതൊരു എന്താ പറയുക, ഒരു നീഷ് പെർഫ്യൂമാണ്. അവരുടെ തന്നെ മെയ്സൺ ഫ്രാൻസിസ് കുക്ജിയോണിന് തന്നെ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട് കേട്ടോ. അക്വോ സെലിസ്റ്റിയ എന്ന് പറയുന്ന പെർഫ്യൂം ഉണ്ട്, ജെന്റിൽ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ഉണ്ട്, ഗ്രാൻഡ് സോയ എന്ന് പറയുന്ന പെർഫ്യൂം ഉണ്ട്. അതൊക്കെ അവരുടെ എന്താ പറയുക ഒരു യുണീക്നെസ് നിലനിർത്തുന്ന ഈ പെർഫ്യൂംസ് ആണ്. ഇനി ഞാൻ പറയുന്ന കില്യൻ ഒരു നീഷ് പെർഫ്യൂം ബ്രാൻഡാണ്. കില്യൻ്റെ ഏഞ്ചൽ ഷെയർ, സ്ട്രെയിറ്റ് ടു ഹെവൻ, ബാക്ക് ടു ബ്ലാക്ക്, ഇതൊക്കെ ഒരു യുണീക്ക് ഫ്രാഗ്രൻസ് ആണ്. അതിനൊന്നും ഒരു കമ്പാരിസൺ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ മെമോ പെർഫ്യൂംസ്, ആഫ്രിക്കൻ മെമോ, ഐറിഷ് മെമോ, ഇറ്റാലിയൻ മെമോ, അങ്ങനെ പല ബ്രാൻഡുകളിലാണ് അവർ വെക്കുന്നത്. മെമോ പെർഫ്യൂംസ് അതും ഒരു എന്താ പറയുക നീഷ് പെർഫ്യൂംസ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ നാസ്മോട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാസ്മോട്ടോ അവരുടെ ബ്ലാക്ക് അഫ്ഗാനോ, നർക്കോട്ടിക് വീനസ്, ബ്ലമേഗ്, ശരിക്കും പലരും കേട്ടിട്ട് പോലും ഇല്ലാത്ത ബ്രാൻഡുകളാണ് ഇതൊക്കെ. ശരിക്കും ഇതിനൊക്കെ ഒരു സ്മെല്ല്, നർക്കോട്ടിക് വീനസ് എനിക്ക് തോന്നുന്ന ഒരു നർക്കോട്ടിക് എൻ്റെ ആയിട്ടൊക്കെ ബന്ധമുള്ള മണങ്ങളാണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് വരുന്നത്. അങ്ങനത്തെ പെർഫ്യൂംസ്. പിന്നെ ബൈറിഡോ എന്ന് പറയുന്ന കമ്പനി, അവരുടെ പെർഫ്യൂംസ് ഉണ്ട്. മെജാ ഗോസ്റ്റ്, ജിപ്സി വാട്ടർ എന്നൊക്കെ പറയുന്ന പെർഫ്യൂംസ്. അതെല്ലാം ഈ പറയുന്ന നീഷ് പെർഫ്യൂം കാറ്റഗറിയിൽ വരുന്ന പെർഫ്യൂംസ് ആണ്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല ഇനിയും ഉണ്ട് കുറേ. അപ്പം ഇങ്ങനെയുള്ള പെർഫ്യൂംസ് ഒന്ന് പോയി സെലക്ട് ചെയ്യുക. നമുക്കൊരു യൂണീക്നെസ് കിട്ടാൻ വളരെ ചാൻസസ് ഉള്ള പെർഫ്യൂംസ് ആണ്. നമ്മളും ഇതിൻ്റെ ഇൻസ്പയർഡ് വേർഷൻസ് കുറേയൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ഒന്നുമില്ല എങ്കിലും കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഒരു വീഡിയോയിലേക്ക് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ.